ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞാലും ഓണാട്ടുകരക്കാർക്ക് ഓണം തീരില്ല. കന്നിമാസത്തിലെ തിരുവോണം അഥവാ 28-ാം ഓണത്തിൽ ഓച്ചിറ കാളകെട്ട് മഹോത്സവത്തോടു കൂടിയാണ് ഓണാട്ടുകരക്കാരുടെ ഒരു മാസത്തെ ആഘോഷങ്ങൾക്ക് തിരശീല വീഴുക. ചരിത്ര പ്രസിദ്ധമാണ് ഓച്ചിറ കാളകെട്ട് മഹോത്സവം. കെട്ടുകാളകളെ വരവേറ്റ് ആഹ്ലാദത്തിൽ ആർപ്പുവിളിയിൽ ആറാടിയിരിക്കുകയാണ് ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്ര പരിസരം. 28-ാം ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട്. ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനെ ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് നിരത്തി വച്ചുകൊണ്ടാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന കാളരൂപങ്ങളെ കെട്ടുകാളകൾ എന്നും പറയുന്നു. വൈവിധ്യമാർന്ന വലിപ്പത്തിലുള്ള കാളകളെ ഈ സമയത്ത് മൈതാനത്ത് നിരത്താറുണ്ട്. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെ വകയായാണ് ഓരോ കാളയും നിരക്കുന്നത്. അരിമണിയിൽ സ്ഫുടം ചെയ്തെടുത്ത സൂക്ഷ്മമായ ഇത്തിരിക്കുഞ്ഞനും കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പത്തിലുള്ള രൂപത്തിലും തുടങ്ങി 72 അടി ഉയരത്തിലുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ ഇവിടെ അണിനിരന്നിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലുതും ചെറുതുമായ നന്ദികേശന്മാരുടെ സമ്മിശ്ര ഭൂമിയായി ഓച്ചിറ പടനിലം മാറിയിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണിത്. 52 കരകളിൽ നിന്നും മറ്റു വിവിധ കരകളിൽ നിന്നുമായി ചെറുതും വലുതുമായ 150ഓളം കെട്ടുകാളകളാണ് ഊരുചുറ്റി ഇവിടെ എത്തിയിരിക്കുന്നത്. ഓണാട്ടുകരക്കാരുടെ കാർഷിക സമൃദ്ധിയുടെ ആഘോഷം കൂടിയാണ് ഈ കാളകെട്ട് മഹോത്സവം. ഭക്തജന സഹസ്രങ്ങളാണ് ഓച്ചിറയിലേക്ക് ഓണാഘോഷ തിമിർപ്പ് ആസ്വദിക്കുന്നതിനായി ഒഴുകിയെത്തുന്നത്. നല്ല ഭംഗിയുള്ള കുട്ടിക്കാളകളും ഭക്തഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏറെ നാളത്തെ കരക്കാരുടെ പ്രയത്നമാണ് ഓരോ നന്ദികേശ രൂപങ്ങളും. സ്ത്രീകളും യുവാക്കളും കുട്ടികളും എല്ലാം പ്രായഭേദമന്യേ കാളകെട്ടിന് നേതൃത്വം നൽകി വരുന്നു. ഓണാട്ടുകരയിലെ 52 കരകൾ ഒറ്റക്കെട്ടാകുന്ന ആഘോഷമാണിത്. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കാളകെട്ടുത്സവം ഓണാട്ടുകരയുടെ ദൃശ്യവിസ്മയ പൂരമാമാങ്കം. കാളകളുടെ നിർമ്മാണ രീതിയും അലങ്കാരവും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ആഞ്ഞിലിത്തടിയിൽ ചട്ടം കൂട്ടി അതിൽ കച്ചി ചുറ്റി ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞ ശേഷം തുണി പിടിപ്പിച്ച് പട്ടുതുണിയിൽ പൊതിഞ്ഞാണ് കാളയുടെ രൂപമുണ്ടാക്കുന്നത്. 7 പാലയുടെ തടിയിൽ കൊത്തിയുണ്ടാക്കി 5 തരം നിറങ്ങൾ ഉപയോഗിച്ച് പെയിൻറ് ചെയ്ത നന്ദികേശ ശിരസാണ് കാളയുടെ പ്രധാന ആകർഷണം. ജീവത, നെറ്റിപ്പട്ടം, വെഞ്ചാമരം എന്നിവയാൽ അലങ്കരിച്ച കാളകളെ പൂമാല, നാരങ്ങമാല, വെറ്റിലമാല, നോട്ടുമാല, കൂവളമാല എന്നിവ ചാർത്തി ദീപവിതാനത്തോടെ മുത്തുക്കുട ശിരസിന് മീതെ പിടിപ്പിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള 2 കാളകൾ ചേർന്ന ജോഡിയായിട്ടാണ് കാളകളെ അണിയിച്ചൊരുക്കുന്നത്. വലതുവശത്തെ ചുവപ്പ് കാള ശിവസങ്കല്പവും ഇടതുവശത്തെ വെള്ളക്കാള പാർവതി സങ്കല്പവുമാണ്. കാളകളെ ആനയിക്കുന്ന രീതിക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ. ഇരുമ്പ് ചുറ്റു പതിപ്പിച്ച ചട്ടത്തിൽ ഘടിപ്പിച്ച 4 വീലുകളുടെ സഹായത്തോടെ വടം കെട്ടിവലിച്ചും പുറകിൽ നിന്ന് തള്ളിയുമായിരുന്നു മുൻപ് കാളകളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചിരുന്നത്. എന്നാൽ വലിപ്പം കൂടിയ കാളകൾ വന്നതോടെ കൂറ്റൻ ക്രെയിനുകളും
കാളകളെ ആനയിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. ചെണ്ടമേളം, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, മയിലാട്ടം എന്നിവയടക്കം വനവാസി കലാപരിപാടികൾ വരെ ഈ എഴുന്നള്ളത്തിന് അകമ്പടിയാകുന്നുണ്ട്. കാളകെട്ട് തുടങ്ങുന്നത് മുതൽ കാളമൂട്ടിൽ കഞ്ഞിസദ്യയുണ്ടാകും. ഉത്സവമടുക്കുന്നതോടെ പുഴുക്ക് വിതരണം, പായസ വിതരണം, സദ്യ എന്നിവയുമുണ്ടാകും. ഒരുമയുടെ ഓളവും പഴമയുടെ താളവും പുതുമയുടെ മേളവും ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഒരു 28ാം ഓണത്തിന് ഇവിടെ തിരശീല വീഴുകയാണ്. പ്രകൃതിയുടെ വരദാനത്താൽ നമുക്ക് പകർന്നു കിട്ടിയ ഭൂമിയിൽ തികഞ്ഞ ഈശ്വരഭക്തിയോടും ശുദ്ധിയോടും കൂടി വിളവിറക്കി നൂറുമേനി വിളയിച്ച നമ്മുടെ കർഷക പൂർവികർ, പച്ചപ്പട്ട് വിരിച്ച് നോക്കത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന നമ്മുടെ കൊയ്ത്തുപാടങ്ങൾ, കായേന്തിയ കർഷക സ്ത്രീയുടെ വായ്മൊഴിത്താളവും ഞാറ്റടിയും കൊയ്ത്തുപാട്ടും, നിലമുഴുതു മറച്ചിരുന്ന കലപ്പയും രൗദ്രവും ശാന്തവുമായ ഋഷഭവീരന്മാരും, ഇത് നമ്മുടെ ഗതകാല സ്മരണകളാണ്. കൊഴിഞ്ഞുപോയ രാജകീയ കാലഘട്ടത്തിൻ്റെ വീരസ്മരണകൾ വിളിച്ചോതി പുത്തൻ തലമുറ വാദ്യമേളങ്ങളോടെ, നെറ്റിപ്പട്ടത്തിൻ്റെ പകിട്ടോടെ, കുടമണികളും കിലുക്കി അതിഗംഭീരമായി അണിയിച്ചൊരുക്കിയ കെട്ടുകാളകളെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ആനയിച്ച പവിത്രമായ ചടങ്ങ് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചയാണിത്.